ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡിസൈനിൽ ഹെഡർ ആൻഡ് ഫൂട്ടേഴ്സ് എങ്ങനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാം എന്നതാണ്. ഇതുപോലെ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊരു ഹെഡറും അപ്പോൾ തന്നെ പേജ് നമ്പർ ഫൂട്ടറായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ പേജിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പുതിയൊരു പേജ് ആഡ് ചെയ്യുമ്പോൾ പോലും കണ്ടോ, ഞാനിപ്പം 5ാമത്തെ പേജ് ആഡ് ചെയ്തപ്പോഴും അത് ഓട്ടോമാറ്റിക് വന്നു, 6ാമത്തെ പേജ് ആഡ് ചെയ്തപ്പോഴും അത് ഓട്ടോമാറ്റിക് വന്നു. ഇൻഡിസൈനിൽ എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിനി ഒരു ഡോക്യുമെൻ്റ്, അതായത് നമ്മളൊരു DTP സെൻ്ററൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു വർക്ക് എങ്ങനെ, മിക്കവാറും എല്ലാവരും ബുക്ക് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാകും. ബുക്ക് പബ്ലിക്കേഷൻസ്, പല പബ്ലിക്കേഷന് വേണ്ടിയൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഒരു പബ്ലിക്കേഷൻ്റെ ഒരു വർക്ക് എങ്ങനെ തുടങ്ങാം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെക്ഷൻ A മാസ്റ്റർ B മാസ്റ്റർ ഒക്കെ കഴിഞ്ഞ ട്യൂട്ടോറിയൽ പഠിച്ചു. അപ്പോൾ നമുക്ക് പേജ് നമ്പർ മുതൽ വീണ്ടും തുടങ്ങാം. ഞാൻ ഒരു പേജ് നമ്പർ മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഡോക്യുമെൻറ്റിന് വേണ്ടി. ഞാനിപ്പോൾ A മാസ്റ്റർ പേജിലാണ് പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറണ്ട് പേജ് നമ്പർ ഇതിലിട്ടു. നമുക്കിനി അതൊന്ന് ആകർഷകമാക്കാം, കുറച്ചുകൂടെ ഭംഗിയാക്കാം. ഞാൻ മലയാളം ആണ് ഇന്ന് ഒരു വർക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കുറച്ച് ആ വർക്ക് വ്യത്യാസപ്പെടുത്തിയൊക്കെ കാണിക്കുവാണ്. പേജ് നമ്പർ നമുക്ക് സെറ്റ് ചെയ്യണം. കൺവേർട്ട് ഷേപ്പ് ഞാനിപ്പം വളരെ വേഗത്തിൽ അങ്ങ് പോവുകയാണ്. നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാനിപ്പോൾ ഈ ഓരോ ഒബ്ജക്റ്റിനെ പറ്റി, ഓരോ ടൂൾസിനെ പറ്റിയൊക്കെ ഞാൻ വ്യക്തമായി പറയാം. ഇതിപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ വേഗത്തിൽ ചെയ്യുന്നതാണ്. ഞാനൊരു ലൈൻ വരച്ചു. ഇനി ഈ ലൈൻ ബാക്കിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഇതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ബാക്കോട്ട് പോകും. വീണ്ടും ഈ റൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ഞെക്കിക്കഴിഞ്ഞാൽ അത് ബാക്കിലേക്ക് പോകും, ഒബ്ജക്റ്റ് ബാക്കിലേക്ക് പോകും. നമുക്കപ്പോൾ എന്നുള്ള അക്ഷരം തെളിഞ്ഞു വന്നിട്ടുണ്ട്. എന്നുള്ള അക്ഷരം തെളിഞ്ഞു, അതായത് A എന്നുള്ള ഇതിലാണ് ടൈപ്പ് ഫേസ്, മലയാളത്തിൻ്റെ ടൈപ്പ് ഫേസ് കിടക്കുന്നത്. ഞാൻ MLT ഇന്ദുലേഖ എന്ന് പറഞ്ഞ ഫോണ്ടാണ് ഉപയോഗിക്കുന്നത്. MLTT FML എന്നൊക്കെയുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. ഞാൻ ഫോണ്ടുകളെ പറ്റിയൊക്കെ ഇനി അടുത്ത ട്യൂട്ടോറിയൽ വ്യക്തമായി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി കൂടി മനോഹരമാക്കാം. ഞാൻ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്വാച്ചസിൽ പോയിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ ടിൻറ്റ് ഞാൻ കുറച്ചു. നമുക്കിവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ടിൻറ്റ് അടയാളപ്പെടുത്തി ഒരു 15 ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ പറയണ്ട, കുറച്ച് സെറ്റപ്പ് ഭംഗിയുള്ള ഒരു ഫൂട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നമുക്ക് സെൻട്രലൈസ് ചെയ്യണം. ഇത് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഈ അലയൻസിൽ പോയാലും നമുക്ക് ഈ സെൻട്രലൈസ് ചെയ്യാനുള്ള ഇത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ എല്ലാം പേജിൻ്റെ സെൻട്രലൈസ് ആയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻസ് മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിപ്പം അലൈൻ ടു പേജ് ആണ്. അലൈൻ ടു പേജ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ സെൻട്രലൈസ്. ഇതിപ്പം ഞാനൊരു ഫയൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽസാണ്. ഇതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പേജ് നമ്പർ സെറ്റ് ചെയ്തു. ഇനി മേളിൽ ഞാൻ ഒരു റണ്ണിങ് ക്യാപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ എല്ലാ ബുക്കുകളിലും ഈ റണ്ണിങ് ക്യാപ്ഷൻസ് ഇങ്ങനെ കാണാം. ഞാനപ്പോൾ അതുപോലെ ഒരു റണ്ണിങ് ക്യാപ്ഷൻസാണ്. ഇപ്പോൾ ഒരു ലൈൻ വരച്ചു. ലൈൻ ടൂൾ ഇതാണ്. ഈ ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ കീബോർഡിൽ W നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രിവ്യൂ ഫോർമാറ്റ് കാണാം. കണ്ടോ, പ്രിവ്യൂ വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്ത പേജ് നമ്പറൊക്കെ പ്രിവ്യൂ ആയിട്ട് കണ്ടോ ഇങ്ങനെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. വീണ്ടും W നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിംഗ് ഫോർമാറ്റിലോട്ട് നമുക്ക് വരാൻ പറ്റും. എന്നിട്ട് ഞാൻ ഈ ലൈൻ തന്നെ കുറച്ചുകൂടെ കട്ടിയാക്കാൻ പോകാം. സെലക്ട് ചെയ്തതിന് ശേഷം ലൈൻ ടൈപ്പ് മാറ്റിയതിന് ശേഷം ലൈൻ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു.
ഇൻക്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മലയാളത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ടൈപ്പ് ചെയ്യാം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് ഞാനൊരു റണ്ണിങ് ലെറ്റർ കൊടുക്കാൻ പോകാം. ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് വരച്ചു, പേസ്റ്റ് ചെയ്തതിന് ശേഷം ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. MLT എന്നിട്ട് ഞാൻ വേണമെങ്കിൽ ഫോണ്ട് എനിക്ക് മാറ്റാം, കുറച്ചുകൂടെ ഭംഗിയുള്ള ഫോണ്ട്. ഓക്കെ, കൊള്ളാം. ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്തത് ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒരു 9 ഇട്ടു. 9 ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് ഫ്രെയിം വലുതാക്കുന്നു. അതിന് ശേഷം ഫ്രെയിം ഫിറ്റ് ചെയ്യുന്നു. ഫിറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങൾക്കത് കാണാൻ കഴിയും. കണ്ടോ, ഇങ്ങനെയൊരു നല്ല ഭംഗിയുള്ളൊരു ഹെഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അപ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഫ്രെയിം വലുതാക്കി അത്രയും ഭാഗത്തെ ഫോണ്ട് ഞാൻ കാലിബ്രി ആക്കി കഴിഞ്ഞപ്പം നിങ്ങൾ കണ്ടു. ഇത് ഓൾട്ട് നോക്കി പിടിച്ചതിൻ്റെ കോപ്പി എടുത്തു. ഞാൻ എഡിറ്റിംഗ് ആക്കിയതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് അലൈൻമെൻറ്റ് വ്യത്യാസപ്പെടുത്തുകയാണ്. ഞാനത് ഇങ്ങനെ ആക്കി. നമ്മുടെ അഭിരുചിക്കനുസരിച്ച് കുറേ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയും. നമ്മുടെ അഭിരുചിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രധാനം. ഞാനിപ്പം നിങ്ങൾക്കൊരു എക്സാമ്പിളും ഒരു മോഡൽ പോലെ കാണിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഹെഡറും ഫൂട്ടറും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പേജസിലോട്ട് പോകാം. ഒന്നാമത്തെ പേജസ് എടുത്തു. നമുക്കിനി ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇൻസേർട്ട് ബട്ടൺ കൊടുത്ത് ഇൻസേർട്ട് പേജസ് കൊടുത്ത് റൈറ്റ് ബട്ടൺ, അതായത് പേജിൽ റൈറ്റ് ബട്ടൺ ചെയ്ത് ഇൻസേർട്ട് പേജസ് കൊടുത്ത് നോക്കും. ഇപ്പം 3 പേജസ് ആഡ് ചെയ്തു. ഈ 3 പേജസിലും ഈ ഹെഡർ ഫൂട്ടറും വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഹെഡർ ഫൂട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ സെറ്റ് ചെയ്യാൻ പഠിച്ചു, ഹെഡർ ഫൂട്ടർ ചെയ്യാൻ പഠിച്ചു. കുറച്ച് കൂടി നമ്മൾ ആകർഷകമായ ഒരു ഹെഡർ ഫൂട്ടറാണ് നമ്മൾ കൊടുത്തത്. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അഡോബ് ഇൻഡിസൈനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ വീഡിയോസ് ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും.